അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയൊരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ് ഈ മക്കളെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം. അവർക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൊട്ടാരം പോലെയുള്ള വീടുണ്ട്, AC റൂമുണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് ഈ മക്കള് വന്നിട്ട് ഈ കാണുന്ന ബിൽഡിങ്ങിനകത്ത് ഉള്ള സൗകര്യത്തിനകത്ത് കിടക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഖുർആനിനോടുള്ള മഹബത്ത്. ഇവരുടെ വാപ്പ നല്ല വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, AC റൂം വരെ ഉണ്ട്. എന്നിട്ട് അതെല്ലാം കളഞ്ഞിട്ട് ഈ കാണുന്ന ബിൽഡിങ്ങിനകത്ത് ഉള്ള സൗകര്യത്തിന്റെ അകത്ത് കട്ടിലല്ലേ, ആ കട്ടിലിനകത്ത് ഈ പാവപ്പെട്ട മക്കള് കിടക്കുന്നത് എന്തുകൊണ്ടാ? ഖുർആനിനോടുള്ള സ്നേഹം കൊണ്ട്. നമ്മളത് കണ്ടില്ലെന്ന് പറയരുത്. നമ്മൾ ഇവരെ സ്നേഹിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം, അവർക്ക് എന്താണോ ആവശ്യം. അൽഹംദുലില്ലാഹ്, എന്റെ ഉപ്പയോട് പറയുന്നു, എന്റെ ഉമ്മയോട് പറയുന്നു, ഉമ്മാ ഈ മക്കളെ നീ കൈവിടല്ലേ ഉമ്മ. നിന്റെ മക്കളുടെ അവസ്ഥ എന്താ? നീ മരിച്ചാൽ പോലും കുളിപ്പിക്കാൻ അത് നിങ്ങൾക്ക് അറിയത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആണുങ്ങളും പെണ്ണുങ്ങളും മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊന്ന് പൊക്കിക്കേ. സുബ്ഹാനല്ലാഹ്, നിന്റെ ഗതി ഇത്. നീ നിന്റെ ഉപ്പാനെ കുളിപ്പിച്ചോ? ഉമ്മ, നീ നിന്റെ ഉമ്മാനെ കുളിപ്പിച്ചോ? പെണ്ണെ ഇല്ല. നിന്റെ ഗതി എന്താ? നീ ഒരത്തിനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മക്കൾ ചോദിക്കും, ആരെങ്കിലും ഉണ്ടോ? എന്ത് പ്രയോജനം നിനക്ക്? നീ മരിച്ചാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നീ കൂട്ടി വെക്കുന്ന ആർക്കാ? മക്കൾക്ക്. കൂട്ടി വെക്കുന്ന ആർക്കാ? മക്കൾക്ക്. നീ മരിച്ചാ നിന്റെ കടം വീട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ മരിച്ചാ നിന്റെ കടമെങ്കിലും നിന്റെ മക്കൾ വീട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തിരിഞ്ഞു നോക്കോ ഈ മക്കൾ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ യൗമ